ഹായ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊടപ്പനക്കുന്ന്, ട്രിവാൻഡ്രം പേരൂർക്കടയിൽ നിന്ന് കൊടപ്പനക്കുന്ന് വരുമ്പോഴത്തേക്കും പ്രോപ്പർ കൊടപ്പനക്കുന്നിലായിട്ട് തന്നെ വരുന്ന ഒരു 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. കല്യാൺ നമുക്കറിയാമല്ലോ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കല്യാൺ ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 5-6 പ്രോപ്പർട്ടി ഇവിടെ ട്രിവാൻഡ്രത്ത് ഓൺഗോയിങ്ങും ഫിനിഷിങ്ങും ആയിട്ട് അവർക്ക് ആയി കഴിഞ്ഞു. അതിൽ കൊടപ്പനക്കുന്നിൽ മെയിൻ ജംഗ്ഷനിൽ വരുന്നൊരു പ്രൈം ലൊക്കേഷനിലാണ് നമ്മളിപ്പം ഈ സ്ഥലത്ത് 2 ബെഡ്റൂം നിങ്ങളെ കാണിക്കാനായിട്ട് നമ്മളിവിടെ നിൽക്കുന്നത്. ഇതിൻ്റെ പുറമേ ഉള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന എല്ലാം ഡ്രൈവേ ആണ്. പിന്നെ നിങ്ങൾ കാണുന്നതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വരുന്ന ഭാഗം അത്രയും കിഡ്സിന് വേണ്ടിയിട്ട്, പിള്ളേർക്ക് വേണ്ടി മാത്രം അവരുടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുക്കി കൊടുത്ത അമ്യൂണിറ്റീസും കാര്യങ്ങളുമാണ്. അതേപോലെ ഒരു 7 to 10 മീറ്റേഴ്സ് അടുപ്പിച്ച് വരുന്ന ഡ്രൈവേ ആണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടികൾക്ക് ചുറ്റിലും കറങ്ങി വരാനും എക്സിറ്റും എൻട്രി എല്ലാം കറക്റ്റ് ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം അവരിതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറും അവരുടെ പാർക്കിംഗ് തന്നെയാണ്. ഗ്രൗണ്ടും ഫസ്റ്റും കംപ്ലീറ്റ്ലി അവർ പാർക്കിങ്ങിന് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്ന 17 നില വരുന്ന അപ്പാർട്ട്മെൻറ്റാണ്. ഇതിൽ 5th ഫ്ലോറിലുള്ള 2 ബെഡ്റൂമാണ് നമ്മളിപ്പം കാണാൻ പോകുന്നത്. ടോപ്പിൽ 17th ഫ്ലോറിലായിട്ടാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത്. ഒരു പാർട്ടി ഡെക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു പാർട്ടി ഹാള് വരുന്നുണ്ട്. അത് അസോസിയേഷനും മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ഏരിയയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തെ ലോബി നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാം. നമ്മളിതാ ഈ കയറുന്ന ലോബിയിലോട്ടാണ്, നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ മെയിൻ ഗ്രാൻഡ് ലോബിയിലോട്ടാണുള്ള എൻട്രിയാണ് ഈ കാണുന്നത്. ആര് വന്നാലും ഇവിടുത്തെ റെസിഡൻസ് ആണെങ്കിലും പുറത്തുനിന്ന് വരുന്ന ഗസ്റ്റ് ആണെങ്കിലും ഇവിടെ ബയോമെട്രിക് ഉണ്ടാവും. നമുക്കിപ്പം ഏത് അപ്പാർട്ട്മെൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങൾക്ക് ആക്സസ് ഇവിടെ തരും. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കംപ്ലീറ്റ്ലി ഈ പ്രോജക്റ്റിൽ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇത് ഗ്രാൻഡ് ലോബിയാണ്. ഇവിടെ നമുക്ക് ഗസ്റ്റ് വന്നാലും അവർക്ക് വെൽക്കം ചെയ്ത് ചെറിയൊരു മീറ്റിംഗ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയയും അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ലോബിയിൽ തന്നെ നമുക്ക് ലിഫ്റ്റിൻ്റെ ആക്സസ്, നമുക്ക് സർവീസ് ലിഫ്റ്റ് വരുന്നുണ്ട്. അതേപോലെ പാസഞ്ചർ ലിഫ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇത് മേടിച്ചേക്കുന്ന ആൾക്കാരുടെ ഒരു അഡ്രസ് ബോർഡും ഇവിടെ, അവരുടെ നെയിം ബോർഡും കാര്യങ്ങളായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പാർട്ട്മെൻറ്റിൻ്റെ കുറച്ച് വിശേഷങ്ങൾ അറിഞ്ഞാലോ. നമ്മളിതേ 5th ഫ്ലോറിൽ വന്ന് എത്തിയിരിക്കുകയാണ്. നമുക്ക് ലിഫ്റ്റ് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോർ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആക്സസിബിലിറ്റി കുറച്ചും കൂടെ എളുപ്പമുണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ദൂരെ നടന്നും അറിയൊന്നും പോകണ്ട. ഈ ഫ്ലോറിൽ നമ്മുടെ ഡോർ സ്റ്റെപ്പിൻ്റെ അടുത്ത് തന്നെയാണ് ലിഫ്റ്റ് വരുന്നത്. പിന്നെ 2 സ്റ്റെയർ, നമുക്ക് പാസഞ്ചർ സ്റ്റെയറും വരുന്നുണ്ട്, ഫയർ സ്റ്റെയറും വരുന്നുണ്ട്. അതേപോലെ സെമി ഫേർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് നിങ്ങൾ കയറുമ്പോൾ തന്നെ ഒരു ഷൂ റാക്ക് ഒരു പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഷൂസും അംബ്രലാസും അങ്ങനെ സ്റ്റോറേജും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കാണാം. കയറുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടു കാണും, അവിടുന്ന് നമുക്ക് സൺസെറ്റാണ്, വെസ്റ്റ് സൈഡാണ്. അവിടെ നിന്നുള്ള സൂര്യൻ്റെ പ്രകാശം നമ്മൾ ഡയറക്റ്റ് ലിവിങ്ങിലോട്ട് തന്നെ വരുന്നുണ്ട്. കണ്ടോ, ഇത് ലിവിങ് ഹാളാണ്. ഇത്രയും സ്പേസ് നമുക്ക് ലിവിങ് ഹാളിലുണ്ട്. നിങ്ങൾക്ക് സോഫ സെറ്റ്സ് വെക്കാം. TV-യുടെ യൂണിറ്റ് ഓൾറെഡി ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു L ഷേപ്പ് സോഫ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് TV റൂം, ഈ ലിവിങ് റൂം നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അതേപോലെ പിന്നെ ഇതേ ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് സ്പേസ് കണ്ടോ, ഒരു 6 സീറ്റർ ഡൈനിങ് നമുക്ക് ഈസിലി ഇവിടെ ഇടാൻ പറ്റും. നമുക്ക് ഈ പറഞ്ഞ പോലെ 1267 സ്ക്വയർ ഫീറ്റിൻ്റെ 2 ബെഡാണ് നമ്മളിപ്പം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിവിങ് ഡൈനിങ് L ഷേപ്ഡ് ആണ്. നമുക്ക് ഇനിയൊരു നിങ്ങൾക്ക് കയറി താമസിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഇൻറ്റീരിയറിൽ ഒരു ഡിസൈനിങ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിവൈഡർ പ്ലേസ് ചെയ്താൽ നമുക്ക് ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ കാണുന്ന കണ്ടോ, ഇത് വീഡിയോ ഡോർ ഫോൺ സ്ക്രീനാണ്. അതായത് നമുക്ക് ഈ അപ്പാർട്ട്മെൻറ്റിലെ ബിൽഡേഴ്സ് ഇവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കൊടുത്തേക്കുന്ന ഒരു അമ്യൂണിറ്റിയാണ്. ഇത് സേഫ്റ്റി ഫീച്ചറാണ്. നിങ്ങൾക്ക് താഴെ ആരെങ്കിലും ഡോർ സ്റ്റെപ്പിൽ വരുവാണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി വഴി നിങ്ങൾക്ക് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിൽ ബ്ലൂടൂത്ത് ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. നമുക്ക് ലോക്കിംഗ് സിസ്റ്റം കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ എനേബിൾ ചെയ്യാൻ പറ്റും. അപ്പം ഇത് ഒരു എക്സ്ട്രാ അമ്യൂണിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാം ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ. പിന്നെ നമുക്ക് ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാനായിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 2 ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആണ്. നമുക്ക് ലിവിങ് ഡൈനിങ് കഴിഞ്ഞാൽ ഒരു ഫോയർ സ്പേസ് ഉണ്ട്. നമുക്കൊരു പ്രൈവസി കിട്ടത്തക്ക രീതിയിലാണ് ഇതിൻ്റെ പ്ലാൻ ചെയ്തേക്കുന്നത്. ആ 2 ബെഡ്റൂമാണ് നിങ്ങൾ അങ്ങോട്ട് കാണുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് കിച്ചണിലോട്ടൊന്ന് പോവാം. കിച്ചൺ കണ്ടോ, കിച്ചൺ ഓൾറെഡി ഫേണിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അധികം ഒന്നും ഇതിൽ ചെയ്യാനില്ല. കാര്യം ഇതിൽ ബോട്ടം ക്യാബിനറ്റ്, കൗണ്ടർ ടോപ്പ്, സിങ്ക്, ടോപ്പ് ക്യാബിനറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ട ചിമ്മിനിയാണ്. ചിമ്മിനി നമുക്കിപ്പോൾ പല ബ്രാൻഡ്സിലും ഇറങ്ങുന്നുണ്ട്. നമുക്കിപ്പോൾ ലോ കോസ്റ്റ് തൊട്ട് ഹൈ ക്വാളിറ്റി ചിമ്മിനി ഹോബും വരെ കിട്ടുന്നുണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ചൂസ് ചെയ്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ എല്ലാ പ്രൊവിഷൻസും കാര്യങ്ങളും ഓൾറെഡി ഇതിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്.
പിന്നെ സ്വിച്ചസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. സ്വിച്ചസ് ലെഗ്രാൻഡിൻ്റെ സ്വിച്ചസ് ആണ് ഇവരിവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ വർക്ക് ഏരിയ കണ്ടോ, വർക്ക് ഏരിയയിൽ നമുക്ക് ഓൾറെഡി ഒരു കൗണ്ടർ ടോപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും മീറ്റോ വെജിറ്റബിൾസോ ഒക്കെ കട്ട് ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാം. അടിയിൽ നമുക്ക് സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ കൊടുക്കണമെങ്കിൽ ഇവിടെ സ്പേസ് ഓൾറെഡി പ്രൊവിഷൻസും കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ്, ഈ കാണുന്ന റെക്ടിക്കുലേറ്റഡ് ഗ്യാസ് സിസ്റ്റം. അത് നമ്മൾ ഹോൾ അപ്പാർട്ട്മെൻറ്റിനും ഇതിനൊരു സ്റ്റോറേജ് ഫെസിലിറ്റി താഴെ കൊടുത്തിട്ട് മൊത്തത്തിൽ കണക്ഷൻ കൊടുത്തിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അപ്പോഴായിട്ട് ഈ ഗ്യാസ് കുറ്റി എടുത്ത് മാറ്റി വെക്കേണ്ട ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. ഇത് ഓൾറെഡി കണക്റ്റഡ് ആണ്. നമ്മൾ യൂസേജിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ പൈസ പേ ചെയ്താൽ മതി. ഈ മീറ്റർ റീഡിങ് ആൾക്കാർ മന്ത്ലി വന്നെടുക്കും. നിങ്ങൾ എത്രയാണത് യൂസ് ചെയ്യുന്നത് ആ യൂസേജിൻ്റെ മാത്രം ഫീസ് നമ്മൾ കുടിക്കേണ്ടി വരത്തുള്ളൂ. ഇത് നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് വയ്ക്കാം. നമ്മളിപ്പോൾ കിച്ചൺ കണ്ടല്ലോ. കിച്ചൺ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് വരുന്ന ഫോയർ സ്പേസിൻ്റെ അവിടെയാണ് നമ്മുടെ ഡൈനിങ് വാഷ് വരുന്നത്. ഞാൻ സാനിറ്ററി വേഴ്സിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഈ അപ്പാർട്ട്മെൻറ്റിലത്തേക്ക് ഈ ബിൽഡേഴ്സ് യൂസ് ചെയ്തേക്കുന്നത് റോക്കയും ജാഗ്വർ എന്ന് പറയുന്ന ബ്രാൻഡ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ AMC ഉണ്ട്. ഇതിനെല്ലാം സർവീസസ് നമുക്കിപ്പം സുലഭമായി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ബ്രാൻഡിന് ഉള്ള ജാഗ്വർ ആണെങ്കിലും റോക്കെ ആണെങ്കിലും ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സർവീസും ഇതിൻ്റെ സ്പെയർ പാർട്സും എല്ലാം നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ബിൽഡേഴ്സിനും അത് കൊടുക്കാൻ പറ്റത്തില്ലായിരിക്കും. നമുക്ക് ആ ഒരു പ്രീമിയം ലക്ഷറി കാറ്റഗറിയിൽ വരുന്ന ബിൽഡേഴ്സും ആയതുകൊണ്ട് മാത്രമാണ് ഈ റോക്കയും ജാഗ്വറും ഇപ്പോൾ അവരിവിടെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് അതിൻ്റെ ഡൈനിങ് വാഷ്. അതിൻ്റെ താഴെ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അതിൻ്റെ താഴെ സ്റ്റോറേജ് ഉണ്ട്. നമുക്ക് ഡൈനിങ് വാഷിന് വേണ്ടിയിട്ടുള്ള നമുക്ക് എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ്, ലിക്വിഡ്സ്, അതിൻ്റെ വാഷിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സ്റ്റോറേജും അവരിതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലോട്ട് വരാം. നമുക്ക് ആദ്യത്തെ ബെഡ്റൂമാണ്. ആദ്യത്തെ ബെഡ്റൂമിൽ കയറി കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ കോട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്കിതിന് അഡീഷണൽ ഒരു സ്പെൻഡ് വരുന്നില്ല. ഈ കോട്ടിൽ നമുക്ക് മാട്രസ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് തുടങ്ങാം. പിന്നെ ഈ ബെഡ്റൂമിന് ആക്ച്വലി ബാൽക്കണി അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ബാൽക്കണിയിൽ നിന്ന് നല്ലൊരു നേച്ചർ വ്യൂ നമുക്ക് ലഭിക്കുന്നുണ്ട്. തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിൻഡ് അവിടുന്ന് നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ്. കാര്യം ഇത് വെസ്റ്റ് ഫേസിങ് ബാൽക്കണി ആയതുകൊണ്ട് നമുക്ക് അവിടുന്ന് നല്ല വിൻഡ് അപ്രോച്ച് കിട്ടുന്ന ഒരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ സൈഡ് ടേബിൾസ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വിത്ത് വാർഡ്രോബാണ്. 3 ഡോർ കബോർഡ്സ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. സ്റ്റോറേജ് ഫെസിലിറ്റി നിങ്ങൾക്ക് നമ്മൾ ഈ കാണുന്ന യൂണിറ്റിൽ ലഭിക്കുന്നതാണ്. അതേപോലെ ബാത്റൂമിൻ്റെ ഫിനിഷ് കണ്ടായിരുന്നു നിങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോക്കയും ജാഗ്വറും കൊണ്ടുള്ള ഫിറ്റിങ്സ് ആണ്. നമുക്ക് CP ഫിറ്റിങ്സ് വരുന്നത് റോക്കയും ജാഗ്വറുമാണ്. ക്ലോസറ്റ്, അതേപോലെ വാഷ് ബേസിൻ, അതെല്ലാം റോക്ക തന്നെയാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. വോൾട്ടയിലും ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ മാർക്കറ്റിൽ നമുക്കിപ്പം റീസെൻ്റ്ലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള വോൾട്ടൈലിൻ്റെ ഡിസൈൻ തന്നെയാണ് അവരിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഗ്രിഡ് സീലിംഗ് ആണ്. കാര്യം നമ്മുടെ പൈപ്പ് ലൈൻസും കാര്യങ്ങളൊക്കെ മുകളിൽ പോകുന്നതുകൊണ്ട് ഗ്രിഡ് സീലിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹീറ്റർ വരുന്നതെല്ലാം ഗ്രിഡ് സീലിംഗിൻ്റെ ടോപ്പിലാണ്. നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള രീതിയിലല്ല ഇപ്പോൾ ഹീറ്റർ കാര്യങ്ങൾ പ്ലേസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞല്ലോ. ഇനി സെക്കൻഡ് ബെഡ്റൂമിലോട്ട് കിടക്കാം. സെക്കൻഡ് ബെഡ്റൂമിൽ തുറക്കുമ്പോൾ നമ്മൾ അവിടെ കണ്ടതുപോലെ തന്നെ നമുക്ക് കോട്ട് വരുന്നുണ്ട്, സൈഡ് ടേബിൾ വരുന്നുണ്ട്, വാർഡ്രോബ്സ് വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് ഒരു ഓഫീസ് ടേബിളും കൂടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓഫീസ് ടേബിൾ മാത്രമല്ല, ഒരു സ്റ്റഡി ടേബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് അത് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാമോ ആ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. ഒരു സ്റ്റോറേജും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിനൊരു ഓപ്പൺ വിൻഡോ വ്യൂ ഉണ്ട്. അതായത് നോർമലി ആൾക്കാർ നമ്മൾ പല അപ്പാർട്ട്മെൻറ്റിൽ കണ്ടു കാണുമല്ലോ, നമ്മൾ സാധാരണ ജസ്റ്റ് ഒരു ചെറിയ ഒരു ഡബിൾ ഓപ്പണിംഗ് വരുന്ന വിൻഡോസ് മാത്രമേ കൊടുക്കാറുള്ളൂ. ഇത് കണ്ടു, ഇത് കുറച്ച് വൈഡ് വിൻഡോ ആണ്. അപ്പോൾ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള എയറും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ലൈറ്റും അപ്പാർട്ട്മെൻറ്റിൽ കിടക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. അതൊന്നും അഡീഷണൽ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരത്തില്ല. ലൈറ്റ്, ഫാന്, അതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും, എക്സോസ്റ്റ് ബാത്റൂമിൽ വരുന്നത് അതെല്ലാം മെറ്റീരിയൽ ഓൾറെഡി ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട. ബാത്റൂമിലോട്ട് വരുമ്പോൾ ഇതിന് വേറൊരു കളർ കോമ്പിനേഷനാണ് ടൈലിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇത് വേറൊരു ഡിസൈനിലാണ് ഇവർ ഓരോ ബാത്റൂമും ഓരോ ടൈലും സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓരോരോ ഡിഫറെൻറ്റ് കളേഴ്സിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റോക്കയും ജാഗ്വറും കൊണ്ടുള്ള ഫിറ്റിങ്സ് ആണ്. നമ്മുടെ ക്ലോസറ്റ് WRC വരുന്നത് റോക്കയാണ്. വാഷ് ബേസിൻ വരുന്നത് റോക്കയാണ്. CP ഫിറ്റിങ്സ്, ടാപ്പും ഹെൽത്ത് ഫോസറ്റ്സും റെയിൻ ഷവറും എല്ലാം വരുന്നത് ജാഗ്വറിൻ്റെയാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം റെഡി ടു യൂസ് ആണ്. നിങ്ങൾക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് ഉപയോഗിച്ച് തുടങ്ങത്തക്ക രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഓണർ ചെയ്തേക്കുന്നത്.